ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പായ്ക്ക് ഇറക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ 50 കോയിൻ കൂടെ കിട്ടുമ്പോൾ നമുക്ക് 900 കോയിനാകും. പിന്നെ നമ്മളൊരു പായ്ക്ക് ഇറക്കാൻ പോവാണ്, മറ്റേ ലെമീൻ്റെ ഒക്കെ പായ്ക്ക്. അപ്പോൾ ഇപ്പോൾ 900 കോയിനാകും. അതിനുവേണ്ടി ഞാനിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ പായ്ക്ക് വന്നതോടെ ഈ പായ്ക്ക് പിന്നെ തുറക്കാമെന്ന് വെച്ച് വേറെ എപ്പിക്കിൻ്റെ പായ്ക്ക് ഉണ്ട്. പക്ഷേ അതിനകത്ത് നമുക്ക് ഈ ഷോർട്ട് ടൈമിൻ്റെ ഒക്കെ പായ്ക്ക് ഇറക്കാം. അതിൻ്റെ അകത്ത് എംബാപ്പെ, ലെമീൻ യമാൽ, ജുവാൻ ഗാർസിയ ഉണ്ട്. അപ്പോൾ അവിടെ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ ആ പായ്ക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് പായ്ക്ക്. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഇറക്കാം. നാഷണൽ ഗാർഡിയൻസ് വേണ്ട, നമുക്ക് സ്പാനിഷ് ലീഗ് തന്നെ കറക്കാം. അതിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നറിയത്തില്ല. 150 കത്തണം. ലെമീൻ യമാൽ, എംബാപ്പെ, ജുവാൻ ഗാർസിയ. നമുക്കപ്പോൾ ഇത് തുറന്നിട്ട് ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു. യമാൽ കൊള്ളായിരുന്നു. ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു. ആരെ കിട്ടുന്നു അറിയത്തൊന്നുമില്ല, ഉറപ്പൊന്നുമില്ല. നമുക്കിങ്ങനെ മാറ്റി 2-3 പ്രാവശ്യം ഇങ്ങനെ ഞെക്കിയൊക്കെ നോക്കാം. ചുമ്മാ ആരെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കി ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് ലക്കെന്ന് പറയുന്ന സാധനമില്ലാത്ത, അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. 900 പോകണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ കറക്കാൻ പോവാണ്. കറക്കാൻ പോവാണ് ഗായ്സ്. അയ്യോ, കറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് ആരെങ്കിലും വന്നേ കയ്യിലൊക്കെ. ഓ, കിട്ടി ഗായ്സ്. ഗോൾ കീപ്പർ കിട്ടി. ജുവാൻ ഗാർസിയ കിട്ടി. ജുവാൻ ഗാർസിയന് ഒരു ഗോൾ കീപ്പറിനെ കുറവുണ്ടായിരുന്നു. കിട്ടി ഗായ്സ്, ജുവാൻ ഗാർസിയ. ഗായ്സ് എംബാപ്പെ എംബാപ്പേനെയും കിട്ടി. 2 പ്ലേയേഴ്സ്, ജുവാൻ ഗാർസിയന്, എംബാപ്പേന് 2 പേരെ കിട്ടി. ഞാൻ വേഗം പോയി ടീമിൽ കൊണ്ടുവരട്ടെ. ഞാൻ നിർത്തുവാണ്. ബൈ, ശരിയെന്ന് ടാറ്റാ. അപ്പോൾ അവസാനം ഇതാണ് ടീം. ട്രെയിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് മീറ്റാറായിട്ടുണ്ട്. ഇതാണ് ടീം. അപ്പോൾ ബൈ ഗായ്സ്.